ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റീഡിംഗ് പാർട്ട് സിയെ കുറിച്ചാണ്. സി പാർട്ട് നമ്മൾ ബി പാർട്ടിനെ കുറിച്ച് എ എല്ലാം നമ്മുടെ ചാനലിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സി എങ്ങനെ ക്രാക്ക് ചെയ്യാം സിയെ കുറിച്ചാണ്, സി പാർട്ടിനെ കുറിച്ചാണ്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര പാടാനുള്ള ഒരു ഭാഗമാണിത്. അപ്പോൾ നോക്കിക്കേ, ക്വസ്റ്റ്യൻ നോക്കി. നമ്മുടെ ഡിജിറ്റൽ തെറാപ്യൂട്ടിക്സിൻ്റെ ഒരു ടോപ്പിക്കാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ in the first paragraph, the writer suggests that the main benefit of digital therapies compared to conventional treatment is that this is an incomplete question. അപ്പം ഇതിനകത്ത് റൈറ്ററുടെ സജഷനാണ് അറിയുന്നത്. അപ്പോൾ സി പാർട്ടിൽ പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അറിയാം. എല്ലാവർക്കും ഒപ്പീനിയൻ ഉണ്ട്, ആറ്റിറ്റ്യൂഡ് ടൈപ്പ് ഉണ്ട്, ഇമോഷണൽ ടൈപ്പ് ഉണ്ട്, ജിസ്റ്റ് ടൈപ്പ്, പർപ്പസ് ടൈപ്പ്, ഓവറോൾ ഐഡിയ എടുക്കുന്ന, അങ്ങനെ പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം സി പാർട്ട് എപ്പോഴും വായിക്കുമ്പോൾ ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുക, എന്നിട്ട് ആൻസർ എടുക്കുക. ബി പാർട്ട് പോലല്ല സി വായിക്കുന്നത്. ക്വസ്റ്റ്യൻ വായിക്കുക, നമ്മുടെ പോർഷൻ പാരഗ്രാഫ് വായിക്കുക, ദെൻ ഓപ്ഷനകത്തോട്ട് പോവുക, അങ്ങനെയാണ് വായിക്കേണ്ടത്. അപ്പം നമുക്ക് എന്താണ് ഒരു സജഷനാണ് മെയിൻ. അത് എന്തിനെ കുറിച്ചാണ്? മെയിൻ ബെനിഫിറ്റ് ഓഫ് ഡിജിറ്റൽ തെറാപ്യൂട്ടിക്സ് കമ്പയർഡ് ടു കൺവെൻഷണൽ ട്രീറ്റ്മെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഡിജിറ്റൽ തെറാപ്യൂട്ടിക്സിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്നാണ് റൈറ്ററുടെ സജഷൻ. ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെ മലയാളത്തിൽ അർത്ഥം മനസ്സിലാക്കി വായിക്കുക. അപ്പം ഇനി നമ്മൾ ഇതിലേക്ക് പോവാം, എന്താ പറയുന്നത് നമുക്ക് നോക്കാം. ഓക്കെ. ആൻമേസ് ഹാസ് ഹാഡ് ഡയബറ്റീസ് ഫോർ 22 years. അപ്പോൾ 22 വർഷമായിട്ട് ആൻമേസിന് ഡയബറ്റീസ് ആണ്. ബട്ട് ഇറ്റ് വാസ് ഓൺലി ലാസ്റ്റ് ഇയർ ദാറ്റ് ഹർ GP പ്രിസ്ക്രൈബ്ഡ് ട്രീറ്റ്മെന്റ് ദാറ്റ് ചേഞ്ച്ഡ് ഹർ ലൈഫ്. അപ്പം ലാസ്റ്റ് ഇയറിലാണ് എന്താണ് പുള്ളിക്കാരത്തിയുടെ GP ഒരു ട്രീറ്റ്മെന്റ് പ്രിസ്ക്രൈബ് ചെയ്ത് ദാറ്റ് അവരുടെ ലൈഫിനെ ചേഞ്ച് ചെയ്തു. മനസ്സിലായോ? ഇറ്റ് ഹാസ് അലൗഡ് ഹർ ടു ബ്രിങ് ഹർ ബ്ലഡ് ഷുഗർ ലെവൽ അണ്ടർ കൺട്രോൾ ആൻഡ് ലൂസ് വെയിറ്റ്. ഇത് കാരണം എന്ത് പറ്റി? ഇവരുടെ ബ്ലഡ് ഷുഗർ ലെവൽ അലൗഡ് ടു ബ്രിങ് മനസ്സിലാക്കി ഹർ ബ്ലഡ് ഷുഗർ ലെവൽ അണ്ടർ കൺട്രോൾ ആയി. അതുപോലെ തന്നെ എന്ത് ചെയ്തു? വെയിറ്റും ലൂസ് ചെയ്തു. Yet this miracle of modern science is not a new type of medications. ഇതുവരെയായിട്ട് എന്താണ് ദിസ് മിറക്കിൾ ഓഫ് മോഡേൺ സയൻസിൽ ഇത് ഒരു പുതിയ ടൈപ്പ് ഓഫ് മെഡിക്കേഷൻ ആയിട്ടില്ല, അല്ല. ഇറ്റ് ഈസ് എ സ്മാർട്ട് ഫോൺ ആപ്പ് കോൾഡ് ബ്ലൂ സ്റ്റാർ. അപ്പോൾ എന്താണിത്? ഇറ്റ് ഈസ് എ സ്മാർട്ട് ഫോൺ ആപ്പ് കോൾഡ് ബ്ലൂ സ്റ്റാർ. ഇതിൻ്റെ അങ്ങനെ സ്മാർട്ട് ഫോൺ ആപ്പാണിത്. ഇതിൻ്റെ പേരാണ് ബ്ലൂ സ്റ്റാർ. അതാണ് ഡിജിറ്റൽ തെറാപ്പീസിൻ്റെ കാര്യം പറയുന്നത്. ക്യാൻ ആൻ ആപ്പ് റീപ്ലേസ് എ പിൽ? അപ്പോൾ ചോദിക്കുകയാണത്, ഈ ആപ്പ് ഒരു പിൽ മെഡിസിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ? ഈസ് ദ ബിഗ് ക്വസ്റ്റ്യൻ. ഇതാണ് ഒരു ബിഗ് ക്വസ്റ്റ്യൻ ബിഹൈൻഡ് ആൻ എമർജിംഗ് ട്രെൻഡ്സ് നോൺ ആസ് ഡിജിറ്റൽ തെറാപ്പീസ്. അപ്പോൾ ഇതൊരു ബിഗ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൻ്റെ ഈ ട്രെൻഡ്സിൻ്റെ പേരെന്ന് പറയുന്നത് ഡിജിറ്റൽ തെറാപ്പീസ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഡിജിറ്റൽ തെറാപ്പീസും കൺവെൻഷണൽ ട്രീറ്റ്മെന്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ് റൈറ്റർ പറയുന്നത്. അത് മൈൻഡിൽ വെച്ച് വേണം നമ്മൾ വായിക്കാൻ. ദ ഐഡിയ നോക്കിക്കേ, സെമിക്കോളൻ ഇട്ട് കൊടുത്തേക്കുന്നത് ഐഡിയ. അപ്പം ഇങ്ങനെയൊക്കെ വരുന്നത് നമ്മുടെ കോൺട്രാസ്റ്റ് വേണം. നമുക്കറിയാം സി പാർട്ടിൽ ക്രാക്ക് ചെയ്യുമ്പോൾ നമുക്ക് ചില വേർഡ്സ് ഒക്കെ നമ്മുടെ ആൻസറിലേക്ക് ലീഡ് ചെയ്യുന്നത് മനസ്സിലാക്കണം. അതായത് കോൺട്രാസ്റ്റ് വേർഡ്, അതായത് ഹൗവർ വരുന്നത്, ബട്ട് വരുന്നത്, സോ വരുന്നത്, അങ്ങനെയൊക്കെ. പിന്നെ ടൈം ഫ്രെയിം, പിന്നെ ആഡ്വെർബൊക്കെ കയറ്റിയിടും. അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ഇത് ഐഡിയ കഴിഞ്ഞിട്ട് സോഫ്റ്റ്വെയർ ദാറ്റ് ക്യാൻ ഇംപ്രൂവ് എ പേഴ്സൺസ് ഹെൽത്ത്. സോഫ്റ്റ്വെയർ എന്ത് ചെയ്യും? ഒരു പേഴ്സൺസിൻ്റെ ഹെൽത്തിനെ അസ്മച്ച ഡ്രഗ് പോലെ തന്നെ എന്ത് ചെയ്യും? ഒരു സോഫ്റ്റ്വെയർ പേഴ്സൺസിൻ്റെ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യും. ബട്ട് അന്നേരം അവിടെ ഒരു നെഗറ്റീവ് ബട്ട് എന്താണ്? വിത്തൗട്ട് ദ സെയിം കോസ്റ്റ് ആൻഡ് സൈഡ് എഫക്റ്റ്. അപ്പോൾ എന്താണ് സെയിം വിത്തൗട്ട്? അതുപോലെ കോസ്റ്റും ഇല്ല, പിന്നെന്ത് സൈഡ് എഫക്ട്സും ഇല്ല. അപ്പോൾ അവിടെ ഒരു ഗുണമല്ലേ പറയുന്നത് അവിടെ, അല്ലെ ഒരു ബെനിഫിറ്റ് അല്ലേ പറയുന്നത് അവിടെ? സംതിങ് ദാറ്റ് മെഡിക്കൽ പ്രൊഫഷണൽ എവരിവെയർ വിൽ ബി ഇൻട്രസ്റ്റഡ് ഇൻ. ചില കാര്യത്തിൽ സംതിങ് ദാറ്റ് മെഡിക്കൽ പ്രൊഫഷണൽ എന്താണ് എല്ലായ്പ്പോഴും ഇതിൽ ഇൻട്രസ്റ്റ് ആവാറുണ്ട്, വിൽ ബി ഇൻട്രസ്റ്റഡ് ഇൻ. അപ്പം ഇങ്ങനെ പാരഗ്രാഫ് വായിച്ച് മലയാളത്തിൽ അർത്ഥം കൊടുക്കണം. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി നമ്മുടെ ഓപ്ഷനിലേക്ക് പോകാം. എന്താണ് റൈറ്റർ സജസ്റ്റ് ദാറ്റ് മെയിൻ ബെനിഫിറ്റ് ഓഫ് എന്താണ് ഡിജിറ്റൽ തെറാപ്പീസ് കമ്പയർഡ് ടു കൺവെൻഷണൽ ട്രീറ്റ്മെന്റ് ഈസ് ദാറ്റ് ദേ ടെൻഡ് ടു ഹാവ് ബെറ്റർ പേഷ്യൻസ് ഔട്ട്കം. ഇത് എന്താണ് ടെൻഡ് ടു മുന്നോട്ട് പോകുന്നു, ബെറ്റർ പേഷ്യൻസ് ഔട്ട്കം, ഒരു നല്ല പേഷ്യൻ്റ് ഔട്ട്കം കൊണ്ടുവരുന്നു. അതാണ് ബെനിഫിറ്റായിട്ട് നമ്മളിവിടെ വായിച്ചത്. ഡിജിറ്റൽ തെറാപ്പീസിന്റെ ബെനിഫിറ്റ് അതല്ലല്ലോ നമ്മൾ വായിച്ചത്. അപ്പോൾ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം നമുക്ക്. അടുത്ത എന്താണ് ഇതിന്റെ ഡിഫറൻസസ് എന്ന് പറയും. ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ ദേ ഓഫർ എ ബെറ്റർ പേഷ്യന്റ് എക്സ്പീരിയൻസ് ഓഫ് ട്രീറ്റ്മെന്റ്. എന്താണ് ദേ ഓഫർ? ഈ ഡിജിറ്റൽ തെറാപ്പീസ് ഓഫർ ചെയ്യുന്നു ബെറ്റർ പേഷ്യന്റ് എക്സ്പീരിയൻസ്
ഓഫ് ട്രീറ്റ്മെൻറ്റ്. അതല്ലേ നമ്മളിവിടെ പറയുന്നത് ഇത് ഐഡിയ എന്ന് പറഞ്ഞിട്ട്. സോഫ്റ്റ്വെയർ എന്താണ് ഐഡിയ പറയുന്നത്? ദാറ്റ് ക്യാൻ ഇംപ്രൂവ് എ പേഴ്സൺസ് ഹെൽത്ത് ആസ് മച്ച് ഡ്രഗ്സ് ക്യാൻ പോലെ തന്നെ. പക്ഷെ എന്താണ്, കോസ്റ്റ് കുറവാണ്, സൈഡ് എഫക്ട്സും കുറവാണ്. അതല്ലേ ബെനിഫിറ്റ് ആയിട്ട് അവിടെ സജസ്റ്റ് ചെയ്യുന്നത്. അതല്ലേ പറയുന്നത്. സജഷൻ വരുമ്പോൾ എപ്പോഴും മസ്റ്റ് അങ്ങനെയല്ല, ക്യാൻ മേ അങ്ങനെയൊക്കെ ആയിരിക്കും ഐഡിയ വരുന്നത്. അപ്പോൾ അതുകൂടെ ശ്രദ്ധിക്കുക. അപ്പം നമ്മുടെ ആൻസർ ഇതാണ്. ദേ ഓഫർ എ ബെറ്റർ പേഷ്യൻ്റ് എക്സ്പീരിയൻസ് ഓഫ് ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഓപ്ഷൻ നോക്കിക്കേ. ദേ ആർ മോർ പേഷ്യൻ്റ് സെൻറ്റേഡ് ദാൻ എക്സിസ്റ്റിംഗ് തെറാപ്പീസ്. നിലനിൽക്കുന്ന തെറാപ്പീസേക്കാളും കൂടുതൽ ഈ ഡിജിറ്റൽ തെറാപ്പീസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേഷ്യൻ്റ് സെൻറ്റേഡ് ആണെന്ന്. അങ്ങനെ എവിടെയെങ്കിലും നമ്മൾ വായിച്ച പേഷ്യൻ്റ് സെൻറ്റേഡ് ആണെന്ന്? നോ. നെക്സ്റ്റ് ഓപ്ഷൻ ഡി, ദേ പ്രൊവൈഡ് മോർ ഫ്ലെക്സിബിൾ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ ഫോർ പേഷ്യൻസിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഫ്ലെക്സിബിൾ, അവരുടെ ആവശ്യത്തിനനുസരിച്ച് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ ഈ ഡിജിറ്റൽ തെറാപ്പീസ് കൊടുക്കുന്നു അങ്ങനെ പറയുന്നുണ്ടോ? നമ്മളെങ്ങും വായിച്ചില്ലല്ലോ. അപ്പോൾ എന്താണ് ഇതിൻ്റെ നമ്മളോട് പറഞ്ഞേക്കുന്ന റൈറ്റർ സജഷൻ പറയുന്നു ഇതിന് ഈ ഡിജിറ്റൽ തെറാപ്പീസിന് ബെനിഫിറ്റ്സ് ഉണ്ട് കമ്പയർ ടു കൺവെൻഷണൽ ട്രീറ്റ്മെൻറ്റ് ആയിട്ട്. അതെന്താണ് പറയുന്നത്? കറക്റ്റായിട്ട് റൈറ്ററോട് കൊണ്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ, ബട്ട് വിത്തൗട്ട് സെയിം കോസ്റ്റ് ആൻഡ് സൈഡ് എഫക്ട്സ് ഇല്ല, വലിയ കോസ്റ്റുമില്ല. അതാണ് ഒരു സജഷൻ പറയുന്നത്. ബെനിഫിറ്റ് പറയുന്നത് അവിടെ അല്ലേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ വേണം വായിച്ച് സി പാർട്ടിൻ്റെ ആൻസർ എടുക്കാൻ. ക്വസ്റ്റ്യൻ വായിക്കുക, ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് എന്താ അവിടെ പറഞ്ഞേക്കുന്നത് വായിക്കുക, ദെൻ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരിക, ടോപ്പിക്കിനെ കറക്റ്റായിട്ട് കോംപ്ലക്സ് സെൻറ്റൻസ് ഒന്നും ആവാതെ സിമ്പിൾ സെൻറ്റൻസ് ആയിട്ട് വായിച്ച് മനസ്സിലാക്കി അർത്ഥം എടുക്കുക, ദെൻ ഓപ്ഷനിലേക്ക് പോവുക. എന്നിട്ട് എലിമിനേറ്റ് ചെയ്ത് എന്തില്ല എന്ന് നോക്കി എലിമിനേറ്റ് ചെയ്ത് ആൻസർ എടുക്കുക. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോസ് ഒരുപാട് നമ്മൾ ഇടുന്നുണ്ട്. കാണണമെന്നുള്ളവർക്കും കുറച്ച് ബുദ്ധിമുട്ടുള്ള ക്രാക്ക് ചെയ്യാൻ OET ക്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഇത് ഫോളോ ചെയ്യാവുന്നതാണ്. മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഉപകാരമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഇനിയും കാണാം. താങ്ക്